ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ചിക്കൻ തന്തൂരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ മാരിനേഷനാണ്. അപ്പോൾ അത് മാരിനേഷന് വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഡീപ്പായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കസൂരി മേത്തി 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഫൈനലി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് വെള്ളമുള്ളതാണെങ്കിൽ ഒരു സീവ് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 തവണയാണ് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് 2 തവണയായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസും സെക്കൻഡ് മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. മിനിമം ഒരു 2 അവറെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരു കറി പോലെ ആവും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 15 to 20 മിനിറ്റ്സ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 25 to 30 മിനിറ്റ്സൊക്കെ മതിയാവും ചിക്കൻ വെന്ത് കിട്ടാൻ. പിന്നെ ഓരോ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് ചിക്കൻ എടുക്കുന്ന സമയത്ത് മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള തന്തൂർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.